തെന്നി കിടന്ന് കരയുന്ന കുരിപ്പ് നോക്കിക്കേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കിസ്കേലക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ നോമ്പൊക്കെ എവിടം വരെ ഗൈസ്? അപ്പം ഞങ്ങളിത് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞതായിരുന്നു. ഇനി വല്യുമിക്ക് നോമ്പിൻ്റെ തലേന്നൊന്ന് ചെയ്തില്ലെങ്കിൽ നാം വല്യുമിക്ക് തൃപ്തിയാക്കില്ല. അപ്പോൾ ഗായ്സ്, നമുക്ക് എന്തെങ്കിലും തുടങ്ങിയാലോ? നിങ്ങളെല്ലാം കഴിഞ്ഞോ? ഓക്കെ, ലെറ്റ്സ് ഗോ. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേണേ. ഞാൻ അങ്ങനെ ലെങ്ത് ഉള്ള വീഡിയോസ് ഒന്നും ഇടാറില്ല, കാരണം കാണാൻ ആരും ഇല്ല. ഞാൻ ഇതിപ്പോൾ കുറച്ചൊരു വീഡിയോ ആണ്. എനിക്ക് സങ്കടമൊന്നും ഇല്ല, എന്നാലും ഒരു ചെറിയ വിഷമം. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചെയ്യണേ. ഇന്നലെ വാങ്ങിച്ച സാധനമാണ്. ഇന്നായപ്പോൾ എൻ്റെ കയ്യും തലയൊക്കെ വേർതിരിച്ച് വെച്ചിട്ടുള്ള ഈ കുഞ്ഞു സാധനം. ഞാനാണ് ഗൈസ് ആ സാധനം ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അവൻ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമൊന്നുമില്ല ഗൈസ്. അപ്പുറത്ത് വൃത്തിയായി ചെല്ലുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ കുളവാക്കിയിടും ഇവിടുത്തെ കുരുപ്പ്. ഇങ്ങനത്തെ ഐറ്റം നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ. അങ്ങനെ പിന്നെ കമ്പിയെല്ലാം വൃത്തിയാക്കി തുടച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഉമ്മ അവിടെ വഴക്ക് പറഞ്ഞിരുത്തിയേക്കുന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും വന്നില്ല ഗൈസ് ഞങ്ങളുടെ കുട്ടി. പിന്നെ ഫാനായിരുന്നു, അങ്ങനെ അഴുക്കൊന്നും ഇല്ല. നമ്മുടെ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന സാധനങ്ങൾ അതൊക്കെ ഒന്ന് അങ്ങനെ പൊടികളൊക്കെ എവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പോലും നോക്കിയിട്ട് വന്നില്ല. നമ്മൾ കഴിക്കാൻ വേണ്ടി പോകാം. രണ്ട് കയ്യിൽ തന്നെ പോവാം. ഞാൻ മാത്രമല്ല ചെയ്യുന്നത്, ബാക്കി എല്ലാവരും പണിയിലാണ്. അവരൊന്നും വീഡിയോ വരക്കാണ്ടാണ് എന്നെ പറഞ്ഞു ചെയ്തു. അയ്യോ, അത് നല്ല രീതിക്ക് കഴിയാം. ഇപ്പം ഇവിടെ കല്ല് തേച്ചിട്ടുണ്ട് ഗൈസ്. പണി ചെയ്യിപ്പിക്കാത്തതിന് കിടന്ന് കരയുന്ന കുരിപ്പ് നോക്കിക്കേ. ഇതേപോലെ ആയിട്ട് നിങ്ങൾ വീഡിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മളുടെ ഇവിടെ കൈ കൊണ്ടിരിക്കണേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് വിരിച്ചിട്ട് നമ്മുടെ കൈക്ക് സാധനങ്ങളൊക്കെ അടക്കാം. വെയിലില്ലല്ലോ, വെയിലില്ല. കഴിയുന്നതിന് മുമ്പൊക്കെ നല്ല വെയിലായിരുന്നു. നമുക്കെല്ലാം വെക്കാം. ഇതിനകത്തൊക്കെ നിറച്ച് പൊടികളായിരുന്നു. പിന്നെ അതൊന്നും കഴുകാൻ നിന്നില്ല, അതൊക്കെ ഡപ്പൊക്കെ തുടച്ചിട്ടു. പിന്നെ അതൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, സൂപ്പർ ആക്കി എടുത്തു നമ്മൾ. അങ്ങനെ അതൊക്കെ നമ്മൾ ഉണക്കി വെച്ചിട്ട് എടുത്ത് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഫ്രിഡ്ജ് തുടച്ച് നല്ലപോലെ വൃത്തിയാക്കി. പിന്നെ വാഷ് ബേസിൻ വാഷ് ബേസിനൊക്കെ കഴുകി വൃത്തിയാക്കി. ഓൾറെഡി അത് വൃത്തിയായിരുന്നു, ഒന്നുകൂടി ഒന്ന് മിനുക്കിയെടുത്തു. പെര തൂത്തിറക്കി വരുമ്പോൾ തോന്നും ഒരു കൊല്ലം തൂക്കാതെ ഇട്ടേക്കുവാണ്. എന്തെടുക്കാനാ കഴിച്ച എല്ലാ ദിവസവും തൂക്കും. ഇനി എൻ്റെ പോലത്തെ അനിയനെ വെള്ള കട്ടിലൊക്കെ വൃത്തിയാക്കി ഫുൾ നമ്മൾ മിനുക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നോക്കിക്കേ, എല്ലായിടത്തും നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കുഞ്ഞുങ്ങളുടെ പൂക്കാലമായ നല്ലൊരു റമദാൻ ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുവരെക്കും ബൈ ബൈ.